ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിററാണ്. നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന പോലെ ഇത് വെറും മിററല്ല, കാർ കോസ്മെറ്റിക് മിററാണ് ഈ വരുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഒരു കാർ കോസ്മെറ്റിക് മിറർ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ശരിക്കും ഈ മിറർ ഉപയോഗിക്കുന്നത്? കാരണം നമുക്കറിയാം നമ്മുടെ വാഹനത്തിൽ ഒരുപാട് മിറേഴ്സ് ഉണ്ട്. അതായത് റൈറ്റ് സൈഡ് മിറർ, ലെഫ്റ്റ് സൈഡ് മിറർ, സെൻറ്റർ മിറർ, അങ്ങനെ ഒരുപാട് മിറേഴ്സ്. ഇനി നമുക്ക് ബാക്കിലൊക്കെ വേറെ അഡീഷണൽ മിറേഴ്സ് പിടിപ്പിക്കാം, ഫ്രണ്ടിൽ വേണമെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് മിറർ പിടിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ഒരു മിറർ യൂസ് ചെയ്യുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. നമുക്ക് ഈ ഒരു മിറർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു സൺവൈസർ താഴോട്ട് മാറ്റുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഗ്ലാസ് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 90% വാഹനങ്ങൾക്കും ഈ പറയുന്ന ഒരു മിറർ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ചില മോഡൽസിൽ, അതായത് തീരെ ബേസ് മോഡൽ വാഹനങ്ങൾക്ക് ഈ ഒരു മിറർ അവൈലബിൾ അല്ല. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ ഈ മിറർ അവൈലബിൾ ആണെങ്കിൽ പോലും ഇതൊരു ചെറിയ മിററാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു വലിയ മിറർ ആക്കിയാലോ. അതായത് ഇത്രയും വലിപ്പമുള്ളൊരു മിറർ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും വീഡിയോയ്ക്കകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇവനെ ഒന്ന് അൺബോക്സ് ചെയ്യാം ആദ്യം. ഓക്കെ, യെസ്. അപ്പോൾ അതെ, നല്ലൊരു കിടുക്കാച്ചി മിറർ ഗ്ലാസ് ആണ്. ഇതിൽ കൂടെ നോക്കിയാൽ നമുക്ക് ക്യാമറ കാണാം. കണ്ടല്ലോ, യെസ്. അപ്പോൾ ഏതായാലും കിടുവാണ് സാധനം. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ബാക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതൊരു റബ്ബർ വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു റബ്ബർ. ഓക്കെ, ഈ ഒരു റബ്ബർ ജസ്റ്റ് നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുത്താൽ മതി. ഈ ഒരു സൈഡും നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കണ്ടോ, ഇങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് പൊസിഷനിൽ വേണം. എനിക്കിപ്പോൾ ഇവിടെയാണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്, ഓക്കെയാണ്. ഇപ്പോൾ കണ്ടോ, എനിക്ക് നല്ല വൈഡായിട്ട്, അതായത് നല്ല ഫുൾ സ്ക്രീനിൽ എനിക്ക് ബാക്ക് സൈഡ് എൻ്റെ ഫേസും ഒക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. അതേ സ്ഥാനത്ത് ഈ ഒരു ചെറിയ മിറർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പൊങ്ങുകയും താഴെയൊക്കെ ചെയ്യേണ്ടി വരും, എന്നാലേ വൃത്തിയായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അതേ സ്ഥാനത്ത് ഈ ഒരു മിറർ വരികയാണെങ്കിൽ നല്ല കിടുക്കാച്ചയായിട്ട് നമുക്ക് നമ്മളെ ഫുള്ളായിട്ട് കാണാം, ബാക്കിൽ ഇരിക്കുന്നവരെ അത് കാണാം. അപ്പോൾ അതുപോലെ നല്ലൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സംഗതി നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാം. ഇത് കഴിഞ്ഞ് ഈ ഒരു എലാസ്റ്റിക്കാണ്, ശരിക്കും ഇതൊരു റബ്ബറാണ് ഈ വരുന്നത്, നമുക്ക് വലിക്കാൻ പറ്റും. അപ്പോൾ ഇത് വലിച്ച് നമുക്കിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യിക്കാം. ഓക്കെ മാൻ. അപ്പം ഈ സൈഡിൽ അത് ഞാൻ ഇട്ടു. അപ്പം ഫുള്ളായിട്ട് ഇത് കുറച്ചൊരു ഏകദേശം സെൻറ്ററിൽ നിൽക്കുന്ന രീതിക്ക് അറേഞ്ച് ചെയ്തോണം. ഇനി അടുത്തതും കൂടെ ഞാനൊന്ന് ഇടുകയാണ് ഇതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും ഞാനിതിട്ടു. ഇപ്പം നമുക്ക് കാണാം ഈ ഒരു മിറർ ഇരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. വലിയ കുഴപ്പമില്ല, എന്നാൽ അത്രയും ഗുമ്മുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര സംഭവമൊന്നും പറയാനില്ല. ഏതായാലും തിരിച്ച് തന്നെ ലോക്കിലോട്ട് ഇട്ടു, ഞാൻ മേളിലോട്ട് കയറ്റി വെച്ചു. കണ്ടിട്ട് ഓക്കെ എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ലേഡീസൊക്കെയാണ് കൂടുതൽ വാഹനത്തിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതെങ്കിൽ അവർക്ക് മുഖം നോക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കാണുന്ന ഒരു കണ്ണാടി. അപ്പോൾ ഇതിനകത്ത് ശരിക്കും അവർ ഫേസൊക്കെ നോക്കാനൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതിക്ക്, അതായത് ഒരു വൈഡ് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു വൈഡ് മിററിനകത്ത് നമുക്ക് ഫേസ് കാണുന്നതിൻ്റെ ഒരു രസമൊന്ന് വേറെ തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഭയങ്കര ഒരു ഗുമ്മുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് അത്ര ഗുമ്മ തോന്നുന്നില്ല. ജസ്റ്റ് ഓക്കെ പ്രോഡക്റ്റാണെന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. പൈസ കൊടുത്ത് മേടിച്ചാണ്, അതുകൊണ്ട് ആ ജെനുവിൻ റിവ്യൂ തന്നെ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ജെനുവിൻ ആയിട്ടേ പറയത്തുള്ളൂ. ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിലും എനിക്ക് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നല്ലതെന്ന് തന്നെ പറയും, കൊള്ളത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് കൊള്ളത്തില്ലെന്ന് പറയും. ജസ്റ്റ് ഓക്കെ എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. മിറർ കാണാനും കാര്യങ്ങളൊക്കെ നല്ല കിടുക്കാച്ച് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫിറ്റ്മെൻറ്റ് രീതി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു സുമാറായിട്ട്, കാരണം ഭയങ്കര ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു വൃത്തിയുടെ ഫീൽ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഞാൻ ഓപ്പണായിട്ട് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ എൻ്റെ ലിങ്ക് കൂടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഇതിൻ്റെ ഓൺലൈനിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആമസോണിൽ കൂടെ നോക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി അതല്ല, ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം മേടിച്ച് തരുന്നതായിരിക്കും. ഏകദേശം 800 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഞാൻ ഈ സാധനം വേണമെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും.